കുറച്ച് നാളായി ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാനുള്ള പരിപാടികളാണ് BJP കാട്ടിക്കൂട്ടുന്നത്. എന്നാൽ അതൊന്നും ഏൽക്കുന്നില്ല എന്നതാണ് വാസ്തവം. ക്രൈസ്തവർ ഒന്നാകെ BJPയെ എതിർത്തു തുടങ്ങി എന്നതാണ് വസ്തുതയും. BJPക്ക് കേരളത്തിൽ ഒരു ചുക്കും കാണിച്ചു കൂട്ടാൻ പറ്റുന്നില്ല എന്നത് ജനങ്ങൾ മനസ്സിലാക്കുന്നുമുണ്ട്. ആ സമയമാണ് BJPക്ക് വീണ്ടും ഇതാ ഒരു തിരിച്ചടി ഏറ്റിരിക്കുന്നത്. BJPക്കെതിരെ വിമർശനവുമായി തലശ്ശേരി ബിഷപ്പ് ജോസഫ് പാംപ്ലാനി രംഗത്ത് വന്നിരിക്കുകയാണ്. മതേതരത്വം ഭരണഘടനാ രാജ്യത്തിന് നൽകുന്ന ഏറ്റവും ശക്തമായ ഉറപ്പാണ്. എന്നിട്ടും ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്നുവെന്ന് അദ്ദേഹം പറയുകയാണ്. ജബൽപൂരിലും മണിപ്പൂരിലും ഇതാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഒരു കുരിശിന്റെ യാത്ര നടത്താൻ സാധിക്കാത്ത എത്രയോ നഗരങ്ങൾ ഇന്ത്യയിലുണ്ട്. മതവും രാഷ്ട്രീയവും അനാവശ്യ സഖ്യം ചേരുമ്പോൾ അർഹതപ്പെട്ട അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നും ബിഷപ്പ് പറയുന്നു. മുനമ്പം ഭൂമി പ്രശ്നം എത്രയും വേഗം പരിഹരിക്കപ്പെടണമെന്ന് കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറഞ്ഞിരുന്നു. മുനമ്പം വിഷയം സംസ്ഥാന സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ല. വിഷയവുമായി ബന്ധപ്പെട്ട് UDFന്റെയും BJPയുടെയും ആരോപണങ്ങൾ തള്ളുന്നതാണ് കോഴിക്കോട് ആർച്ച് ബിഷപ്പിന്റെ വാക്കുകൾ തന്നെ. ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഗോഡ് ഓഫ് കത്തീഡ്രൽ ദേവാലയത്തിലെ കുരിശിന്റെ വഴി പ്രദക്ഷിണത്തിന്റെ തൊട്ടു മുമ്പ് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കുകയായിരുന്നു കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. മുനമ്പം വിഷയം എത്രയും പെട്ടെന്ന് പരിഹരിക്കപ്പെടണം, ഭൂപ്രശ്നം സംസ്ഥാന സർക്കാർ ബോധപൂർവം വൈകിപ്പിക്കുന്നതായി താൻ കരുതുന്നില്ല എന്നും ആർച്ച് ബിഷപ്പ് തുറന്നടിക്കുകയായിരുന്നു. മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കുവാനായി താൻ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും നേരിൽ കാണാൻ ശ്രമിക്കുമെന്നും കോടതി ഇടപെട്ടതിനാൽ കോടതി വിധി തന്നെയാകും ഇക്കാര്യത്തിൽ അന്തിമമെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറയുകയായിരുന്നു. മുൻകാല പ്രാബല്യം ഇല്ലാത്തതിനാൽ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് മാത്രം മുനമ്പത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് മുനമ്പം വിഷയം മുതലെടുക്കാൻ ശ്രമിക്കുന്ന UDFനും BJPക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടുള്ള കോഴിക്കോട് ആർച്ച് ബിഷപ്പിന്റെ ഈ വാക്കുകൾ.